ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് ഞങ്ങൾ ബന്ദി തൈ നടാൻ പോവുകയാണ് ഇവിടെയെല്ലാം. ഇന്നലെ കൃഷിഭവനിൽ നിന്ന് കുറച്ച് തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓണത്തിന് വേണ്ടിയിട്ട് ബന്ദി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും പോയി വാങ്ങിച്ചു. ഇപ്പം ഇന്ന് നടാമെന്ന് വിചാരിച്ചു. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബന്ദി തൈ ഇതാണ്. ബന്ദി തൈ ഇനി കുറച്ചുകൂടെ ഇരിപ്പുണ്ട്. നമ്മൾ നടുന്നതനുസരിച്ചിട്ട് ഇനി മുകളിലോട്ട് നടുന്നിടത്തോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേട്ടൻ ഇന്നലെ തടമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ചാല് കോരിയാണ് തടം എടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിനും നീർവാഴ്ച പറ്റത്തില്ല. എന്ന് വെച്ചാൽ വെള്ളം കൂടുതൽ അതിൻ്റെ മൂട്ടിലൊക്കെ അടിഞ്ഞു പോകുന്നത് അതിന് ശരിയാവത്തില്ല. അത് മൂട് ചീഞ്ഞ് പോകും. ഇവിടെ എല്ലാം ഇങ്ങനെ തടം എടുത്തിട്ട് അതിനകത്ത് ഡോളോമേറ്റും ചാണകപ്പൊടിയും ഇട്ട് വെച്ചേക്കുവാണ് നമ്മൾ ഇത് നടാനായിട്ട്. ഇവിടെ എല്ലാം ഡോളോമേറ്റ് മിക്സ് ചെയ്തിട്ട് ഇത് ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് ഇട്ടേക്കുവാണ്. അപ്പം നമുക്കിത് നട്ട് 60 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പൂ പറിക്കാം. അപ്പോൾ ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും പൂ പറിക്കാം എന്നുള്ളൊരു കരുതലിലാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ അറിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ലേറ്റായിപ്പോയി. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്രാവശ്യം എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇനി 2 മാസമാകുമ്പോൾ നമുക്ക് പൂ പറിക്കാം. പക്ഷേ 1 മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ ഇനിയും വളം ഇട്ട് കൊടുക്കണം. പിന്നെ 27 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ മണ്ട നുള്ളി കൊടുക്കണം. അപ്പോഴത്തേക്കും അത് നല്ലോണം പിന്നെയും തഴച്ച് വളരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രാവശ്യം കൂടെയൊക്കെ വളം ഇട്ട് കൊടുക്കേണ്ടി വരും. പിന്നെന്തായാലും ഇത് ഓരോന്നായിട്ട് നടാം. നട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം പെട്ടെന്ന് നട്ടു. ഇനി ഇതെല്ലാം നട്ട് തീർന്നിട്ട് കാണിക്കാം. അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയിപ്പോവും. അത്രയും നമുക്കിത് ഒത്തിരി നടുന്നത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി നമുക്ക് ചെടി നട്ടത് കണ്ടാലോ? ഇവിടെ എല്ലാം ചെടി നട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കുറച്ച് ഭാഗത്ത് നട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇനി വളർന്ന് പൂ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.